കുറയാനുള്ള സാധ്യതയല്ലേ ഉള്ളൂ? വീണ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ LDFിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ കൂടി വോട്ടെണ്ണുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ലീഡ് നില ഉറപ്പാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് തുടക്കത്തിൽ ആദ്യ റൗണ്ടുകൾ പ്രധാനമായും UDFിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ, അതായത് കൂടുതൽ UDFിന് സ്വാധീനമുള്ള മേഖലകളിലായിരുന്നു ആദ്യ റൗണ്ടുകൾ എണ്ണിയിരുന്നത്. അവിടെ സ്വാഭാവികമായും ആര്യാടൻ ഷൗക്കത്തിന് കൂടുതൽ വോട്ടുകൾ ലഭിച്ചിരുന്നു. പക്ഷേ അവർ പ്രതീക്ഷിച്ച തരത്തിലേക്കുള്ള ഒരു വോട്ടുകൾ അവർക്ക് ലഭിച്ചിട്ടില്ല. പ്രത്യേകിച്ച് വഴിക്കടവ് പഞ്ചായത്ത്, മൂത്തേടം പഞ്ചായത്തിൽ നിന്നും തന്നെ UDF ക്യാമ്പ് പ്രതീക്ഷിച്ച തരത്തിലേക്ക് അവരുടെ ഒരു വോട്ട് നില ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം ആ പഞ്ചായത്തുകളിലെല്ലാം തന്നെ പരമാവധി വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനുശേഷം മറ്റു പഞ്ചായത്തുകളിൽ LDFിന് സ്വാധീനമുള്ള ചുങ്കത്തറ, അതോടൊപ്പം തന്നെ അമരമ്പലം, നിലമ്പൂർ മുനിസിപ്പാലിറ്റി, പോത്തുകൽ പഞ്ചായത്തുകളിൽ നിന്നും താരതമ്യേന മോശമല്ലാത്ത ഒരു ലീഡ് നില പിടിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ലക്ഷ്യം. പക്ഷേ അതിനപ്പുറം ഇപ്പോൾ LDFിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ കൂടി UDFിന് കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശിവദാസി, നിലമ്പൂർ നഗരസഭ എണ്ണുന്ന സമയത്ത് 30,000-ലധികം വോട്ടുള്ള നിലമ്പൂർ നഗരസഭ എണ്ണുന്ന സമയത്ത് അവിടെയും UDFിന് വ്യക്തമായ മേൽക്കൈയുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം നിലമ്പൂർ നഗരസഭ നിലവിൽ ഭരിക്കുന്നത് LDF ആണ്. അതോടൊപ്പം തന്നെ പോത്തുകൽ പഞ്ചായത്ത് ഭരിക്കുന്നത് LDF ആണ്. അതോടൊപ്പം തന്നെ അമരമ്പലം പഞ്ചായത്ത് ഭരിക്കുന്നത് LDF ആണ്. ഈ 3 പഞ്ചായത്തുകളാണ് LDF ഭരിക്കുന്നത്. ഈ പോത്തുകൽ പഞ്ചായത്തിലെ വോട്ടുകൾ പൂർണ്ണമായും എണ്ണിക്കഴിഞ്ഞു. അവിടെ 475 വോട്ടിൻ്റെ ഭൂരിപക്ഷം അല്ലെങ്കിൽ ലീഡ് നില UDFിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സമാനമായ ഒരു അവസ്ഥ തന്നെയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും നമുക്ക് കാണാൻ കഴിയുന്നത്. നിലമ്പൂരിലെ വോട്ടുകൾ എണ്ണി കഴിയുമ്പോഴും അവിടെ UDFിന് തന്നെ മേൽക്കൈ ഉണ്ട്. UDFിന് ലീഡ് വർദ്ധിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് പൂർണ്ണമായും തന്നെ UDFിന് ഒരു ആധിപത്യം ഉണ്ടായിട്ടുണ്ട്. അവർ പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു വോട്ട് നില അവരുടെ ശക്തി കേന്ദ്രങ്ങളായ മൂത്തേടം പഞ്ചായത്തിലും അതോടൊപ്പം തന്നെ മറ്റ് വഴിക്കടവ് പഞ്ചായത്തിലും അടക്കം അവർക്ക് ലഭ്യമായിട്ടില്ല എങ്കിൽ പോലും അവർ സ്വാഭാവികമായും അവിടെ മോശമല്ലാത്ത രീതിയിലുള്ള ഒരു ലീഡ് നില തന്നെ UDFിന് ഉണ്ടായിരുന്നു. പക്ഷേ അതിനും അപ്പുറം ഇപ്പോൾ LDFിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നുള്ള കൂടുതൽ വോട്ടുകൾ അവർക്ക് പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ഭാഗങ്ങളിൽ അൻവറിനും കൂടുതൽ വോട്ടുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് LDFിൽ നിന്നുള്ള കൂടുതൽ വോട്ടുകൾ ചോർന്ന് അൻവറിലേക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാന ഘടകം. കാരണം ഇപ്പോൾ ഈ ഒരു 12 റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞു, ഇപ്പോൾ 13 റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ 12 റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ അൻവറിന് PV അൻവറിന് സ്വതന്ത്രനായി ഒറ്റയ്ക്ക് മത്സരിക്കുന്ന PV അൻവറിന് 11,000-ൽ കൂടുതൽ വോട്ടുകൾ അൻവറിന് ലഭിച്ചിട്ടുണ്ട്. അത് ഇനിയും LDFിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഇനി കൂടുതലായും എണ്ണാനുള്ളത്. ചുങ്കത്തറ, അതോടൊപ്പം തന്നെ ചുങ്കത്തറ എണ്ണി കഴിഞ്ഞു. ഇനിയുള്ളത് അമരമ്പലം പഞ്ചായത്ത് അടക്കമുള്ളവയാണ്. ഈ പഞ്ചായത്തുകളിൽ കൂടുതൽ LDFിന് സ്വാധീനമുണ്ട്. ഇവിടെയും അൻവറിൻ്റെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ അൻവറിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഉണ്ടെങ്കിൽ അതും തിരിച്ചടിയാവുക LDFിന് തന്നെയാകും എന്നുള്ളതാണ് ഇതിന് തൊട്ടു മുൻപുള്ള റൗണ്ടുകളിലെ വോട്ടുകൾ എണ്ണിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത്തരത്തിൽ തന്നെ PV അൻവറിന് ഈ ഇടത് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ കൂടുതൽ വോട്ടുകൾ പിടിക്കാൻ കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും ഇടത് സ്ഥാനാർത്ഥിക്കും ഇടത് അംഗങ്ങൾക്കും വലിയ വെല്ലുവിളിയാകും. അവരുടെ വോട്ടിംഗ് ശതമാനം വലിയ രീതിയിൽ തന്നെ കുറയാൻ കാരണമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും UDF സ്ഥാനാർത്ഥി ഇപ്പോൾ ഒരു സേഫ് സോണിൽ തന്നെ എത്തിയിരിക്കുന്നു